വയനാട് വെണ്ണിയോട് ഇടിഞ്ഞു വീണ റോഡ് പുനർനിർമ്മിക്കാൻ 1 വർഷമായിട്ടും നടപടിയില്ലെന്ന് പരാതി. ഊട്ടുപാറ ചെന്നാലോട് റോഡിന്റെ അരികാണ് കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നത്. സ്കൂൾ ബസ് അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രദേശത്താണ് അധികൃതരുടെ മെല്ലെപ്പോക്ക്. കഴിഞ്ഞ മഴക്കാലത്താണ് റോഡിന്റെ ഒരു ഭാഗമിടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചത്. MP ഫണ്ട് വകയിരുത്തി ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കാൻ സാമഗ്രികൾ എത്തിച്ചെങ്കിലും കരാറുകാർ ഇതെല്ലാം തിരിച്ചുകൊണ്ടുപോയെന്ന് നാട്ടുകാർ പറയുന്നു. ഇക്കഴിഞ്ഞ മഴയത്ത് വീണ്ടും പുഴയിലേക്ക് മണ്ണിടിഞ്ഞു തുടങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. നിരവധി സ്കൂൾ ബസ്സുകളടക്കം കടന്നുപോകുന്ന വഴിയിൽ റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ 1 വർഷം ഫണ്ട് പാസ്സായതിനു ശേഷം മെറ്റീരിയൽ സാധനങ്ങളൊക്കെ ഇറക്കി മഴക്കാലത്തിന് മുന്നേ അർദ്ധരാത്രിക്ക് വന്നുകൊണ്ട് രാത്രി ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ സാധനം അവർ റിട്ടേൺ കൊണ്ടുപോയി. കഴിഞ്ഞ വർഷത്തിനായിട്ടും ഒന്നും കൂടി ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ വന്ന വെള്ളത്തിൽ ഈ റോഡ് ഒന്നും കൂടി അപകട ഭീഷണിയായിട്ടാണുള്ളത്. നിരവധി ബസ്സുകൾ പോകുന്ന റോഡാണിത്. സ്കൂൾ ബസ്സുകൾ, പോകുന്ന KSRTC ബസ്സുകൾ, ഇവിടുന്ന് കൽപ്പറ്റയ്ക്ക്, ഇവിടുന്ന് പനങ്ങോടേക്ക്, മറ്റ് പഞ്ചായത്തിലേക്കും മറ്റ് ടൗണിലേക്കൊക്കെ ബന്ധപ്പെടുന്ന ഒരു പ്രധാന കോടത്തറ പഞ്ചായത്ത് പ്രധാനപ്പെട്ട റോഡാണിത്. ഈ റോഡിലെ ഈ ഗതാഗതം മുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഒറ്റപ്പെട്ടു പോകും. ഏത് സമയവും അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള വളവിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. ഇനിയും ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ പ്രക്ഷോഭത്തിനൊരുങ്ങാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. ന്യൂസ് മലയാളം, വയനാട്.